കുടുംബങ്ങൾ മുഴുവൻ അങ്ങ് വിദേശത്താണ്. ഈ പോക്ക് നിർത്താൻ സമയമായി. അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അവരാണ് UDF വരേണ്ടത്. വികസനത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു IT ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു സ്പിരിച്വൽ സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു കൃഷിയുടെ ഏറ്റവും മികച്ച സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അടുത്ത 5 വർഷക്കാലം. ഇന്നലെ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടത്താണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ സീനിയർ എക്സിക്യൂട്ടീവായ അനിത അറോറ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായമല്ല. അത് ഭരണഘടനാ സ്തംഭനം തന്നില്ലേ? കാരണം ആദ്യം മനസ്സിലായിട്ട് സംഭവം അനുവദിക്കുന്നത് വീട്ടിൽ ചോദിച്ചു. ഈ പറയുന്ന ദിവസം 40 ദിവസം മാത്രമേ ബാക്കിയുള്ളപ്പോ എല്ലാവർക്കും ID കാർഡ് പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടത്തുവാനുള്ള ഒരു അധികാര കേന്ദ്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളുമായി ഈ നാട്ടിലെ റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അപ്പൊ യാത്രാക്ലേശം അനുഭവിക്കുന്ന മുഴുവൻ പേരുടെയും ആവശ്യമായിരുന്നു ഇവരെ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു 7000 രൂപയോളം കറണ്ട് ചാർജ് ഐറ്റത്തിൽ തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്ക് അധികമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെയാണ് വാട്ടർ ചാർജ്. അതുപോലെ തന്നെയുള്ള തുകയാണ് നമ്മൾ കൊടുക്കേണ്ട സാഹചര്യം വന്ന്. വീണ്ടും ഭൂനികുതിയെ സംബന്ധിച്ചുള്ള നികുതികൾ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. വീണ്ടും കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ച് പെർമിറ്റുകൾക്ക് എത്രമാത്രം ശതമാനമാണ് വർധനവ് ഏർപ്പെടുത്തത്? വീടുകളുടെ ടാക്സ് വർധനവ് എത്രമാത്രമാണ്? അങ്ങനെ നികുതികൾ കൊണ്ട് അമ്മേ വീർപ്പ് പൊട്ടിച്ച സർക്കാർ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം അവര് നികുതികൾ കൊണ്ട് ഭരണം അവര് സാമ്പത്തിക സ്വയം പര്യാപ്ത കൈവരിക്കാനായിട്ട് ശ്രമിച്ചത്. പോലും 10,000-13,000 രൂപ പെർമിറ്റ് അടച്ചു വേണം നമുക്ക് പോകുന്നതിന്. നമ്മുടെ ഏറെ ബഹുമാനായ ചാണ്ടിയുമ്മൻ അവർക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായും ഒത്തൊരുമിച്ച് നിന്ന് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ദൗത്യം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിർന്നില്ല. എനിക്ക് തീരെ അസുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ഇത്രയും വൈകിയതിന്റെ കാരണവും എനിക്ക് ഒട്ടും സുഖമില്ലാതിരിക്കുകയാണ്. ഏതായാലും ഇവിടെ വരുവാനും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷം. ഇന്നലെ വലിയ ഒരു പരിപാടി നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ച് SC വേണുഗോപാൽ വന്ന മികച്ച പരിപാടി ഇന്നലെ മികച്ച പരിപാടി നമുക്ക് നടത്തുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ശ്രീ KC വേണുഗോപാൽ വന്നപ്പോൾ തന്നെ നമ്മളുടെ സൈക്കിൾ ഒട്ടി ആ പരിപാടിയുടെ ഒരു എന്താ പറയാ ഒരു മഹിമ വർദ്ധിപ്പിച്ചു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് ആരോ പറയുന്നത് കേട്ടു, ആരോ ഞാൻ പറയുന്നുള്ളൂ, കാരണം ഞാൻ പേര് പറഞ്ഞ കുഴപ്പമോ, അതിനുവേണ്ടിയാണ് ഈ ആരോടും പറഞ്ഞിരിക്കുന്നത്. 2 വീട് മാത്രമേ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളൂ. മീനടത്തിന് സംശയമുണ്ടോ എത്ര വീട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്തു എന്നുള്ളത്? സംശയമുണ്ടോ? സൗണ്ടില്ലല്ലോ. സംശയമുണ്ടോ?
2 വീട് മാത്രം ചെയ്തു എന്ന് പറയുന്ന വ്യക്തി അപ്പൊ മനസ്സിലായില്ലേ, ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്ന ആളല്ല, പുതുപ്പള്ളിക്ക് പുറത്താണ് പ്രവർത്തനം. അതുകൊണ്ടാണ് 2 വീട് മാത്രമേ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയത്തുള്ളൂ. ഈ മീനടത്ത് മാത്രം എത്ര വീട് ചെയ്തിട്ടുണ്ട് അറിയാൻ ഞാൻ പറഞ്ഞേ? 5 വീട്. 5 വീട് മീനടത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും അതുപോലെ 5 വീട്, 41 വീടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 36-ൽ പരം വീടുകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എന്താ പറയുക, പുള്ളിയുടെ പേരെടുപ്പിക്കണം. അങ്ങനെയല്ല, വാർത്തയിൽ നിറയണ്ടേ, വാർത്ത വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ മറുപടി പറയണം. ഞാൻ പുള്ളിക്ക് മറുപടി പറയുന്നില്ല, പക്ഷേ മീനടത്തോട് ചോദിക്കുകയാണ്, ഇത് ശരിയാണോ? ഈ തരത്തിൽ തഴന്താന്ന രാഷ്ട്രീയം. ആദ്യം സാരി കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. ഈ സാരിയല്ല, വേറെ സാരി കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പ്രശ്നം ഇലക്ഷൻ ഫെസ്റ്റ് എന്നായി. ഇങ്ങനെ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ച് പുതുപ്പള്ളിയുടെ വികസനം, പുതുപ്പള്ളിയുടെ മാറ്റം, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ മൊത്തം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ നാട്ടിൽ വികസനം വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ വികസനം വേണം. പക്ഷെ വികസനം നടപ്പിലാക്കിയെന്ന് പറയുന്നവർ മൊത്തം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസനമാണ്. ഇല്ലേ? കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്. ഞാൻ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമില്ലാത്ത ഈ സർക്കാർ മാത്രം ചെയ്ത ഒരു പദ്ധതി പറയാൻ പറ്റുമോ? ഒരു പദ്ധതിയുമില്ല. ആകപ്പാടെ പറയാൻ പറ്റുന്ന ഒരു പദ്ധതി ഹൈവേയാണ്, നാഷണൽ ഹൈവേ. ആ നാഷണൽ ഹൈവേ കയറിയാൽ അത് താഴെ പോകും. അങ്ങനെ ഉള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷം ഈ ഇലക്ഷനോട് തകർന്നടിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഗോർബച്ചോവ, റഷ്യയിൽ ഗോർബച്ചോവ ആണെങ്കിൽ കേരളത്തിൽ പിണറായി വിജയനായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു കാലത്തിൽ നമുക്ക് ജീവിക്കേണ്ട ഗതികേട് കൂടി വന്നിരിക്കുക. നമുക്ക് ഇടതുപക്ഷത്തോട് അങ്ങനെ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഇടതുപക്ഷ ആശയങ്ങൾ നല്ലതാണ്. പക്ഷെ നടപ്പിലാക്കുന്നത് സ്റ്റാലിനിസ്റ്റ് ആശയമാണ്, സ്റ്റാലിന്റെ ആശയമാണ്. എതിർത്താൽ തട്ടിക്കളയുക. സ്റ്റാലിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ എല്ലാരും പോയി. ട്രോട്സ്കി സ്റ്റാലിന് വെല്ലുവിളിയാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ ട്രോട്സ്കിയെ സ്റ്റാലിൻ തട്ടി. അതിനുശേഷം അദ്ദേഹത്തിന് സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പോലും വിശ്വാസമില്ലാത്ത കാലമായിരുന്നു. സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പോലും വകവരുത്തിയ നേതാവാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിന്റെ ഭരണം അങ്ങ് കൊറിയയിലുണ്ട്. കിം ജോങ് ഉൻ ഇപ്പൊ 13 വയസ്സുകാരിയായ മോളെ അടുത്ത പ്രസിഡന്റ് ആക്കാൻ നടക്കുക. കിം ജോങ് ഉൻ നോർത്ത് കൊറിയയിൽ, ചൈനയിൽ സി ജിൻപിങ്, കേരളത്തിൽ പിണറായി വിജയൻ. അതിലെ സ്റ്റാലിനിസ്റ്റ് ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിനിസത്തോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റാലിനിസ്റ്റ് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോവുക. അതിന്റെ ലക്ഷണം നമ്മൾ കണ്ടു. നമ്മള് പുതുക യാത്ര പാമ്പാടിയിൽ കടന്നു വന്നപ്പോൾ ആയിരക്കണക്കിന് പുതുപ്പള്ളിയിലെ ചെറുപ്പക്കാർ അണിനിരന്ന ഒരു വലിയ പരിപാടി നമ്മൾ കണ്ടു. അതിന്റെ പൂർണ്ണ വിജയം മീനടത്തിന്റെ കൂടി ഒരു വിജയമാണ്. മീനടത്തെ കോൺഗ്രസിന്റെ വിജയമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ് മീനടം. ആ ശക്തി ഇന്നും പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇത്രയും നല്ലൊരു പരിപാടി, അത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടും നല്ലൊരു പരിപാടി. ഈ സമയം കടന്നു പോയതിനു ശേഷവും, ഇത്രയധികം സമയം കടന്നു പോയതിനു ശേഷവും ഇന്നലത്തെ പരിപാടി ഇതേപോലെ അല്ലായിരുന്നോ? ശ്രീ KC വേണുഗോപാൽ വന്ന് എത്ര മണിക്കൂർ കഴിഞ്ഞാ വന്നത്? നമ്മൾ 3 മണിക്ക് പറഞ്ഞ പരിപാടി KC വേണുഗോപാൽ വന്നപ്പോൾ 6:15 കഴിഞ്ഞു. അത്രയും നേരവും ആ ഹോൾ മുഴുവൻ ആൾക്കാരായിരുന്നു. അതിനുശേഷം അദ്ദേഹം യാത്രയുമായി മുന്നോട്ട് പോയപ്പോഴും മുഴുവൻ സമയം ആൾക്കാരായിരുന്നു. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാൻ സാധിക്കും. പുതുപ്പള്ളിക്ക് പുറത്തു നിന്നാണ് വന്നെങ്കിൽ ഈ പ്രാവശ്യം പുതുപ്പള്ളിക്ക് മാത്രമാണ് ആ ക്രെഡിറ്റ് ഉള്ളത്. ഇന്ന് മീനടത്തിന്റെ ക്രെഡിറ്റും മീനടത്തെ പ്രസിഡന്റിനും, അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനും, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർക്കും, മഹിളാ കോൺഗ്രസുകാർക്കും, യൂത്ത് കോൺഗ്രസുകാർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് അല്പം ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ നേരത്തെ വന്നേനെ. ആ കളർ ഒന്ന് കാണാൻ പറ്റിയില്ല. മീനടത്തിന്റെ ഫുൾ കളർ അത് ബാക്കിയുള്ളവരൊക്കെ കണ്ടല്ലോ, അത് മതി. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ്.
നമ്മളെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പമാണ് നമ്മുടെ പ്രവർത്തനം. ആദ്യം തൊട്ടേ ഈ 2.5 വർഷക്കാലവും ജനങ്ങളോട് നിന്നാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇന്നും ജനങ്ങൾ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. ശരിക്കും ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പരിപാടിക്ക് ഇപ്പൊ ഞാൻ പോയപ്പോൾ തൊട്ടും പോയത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പരിപാടിയാണ്. അവിടെ ചെന്നപ്പോഴും നമ്മുടെ ആങ്കർ പറയുന്നത് ഉമ്മൻചാണ്ടി അടുത്ത് പ്രസംഗിക്കുമെന്നാണ്. അതിപ്പോഴൊരു പ്രശ്നമായിട്ട് തുടരുക, മനസ്സിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ ഇരുന്നോട്ടെന്നോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ച അതിയായ സന്തോഷം. ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. നമുക്ക് അടുത്ത ദിവസങ്ങൾ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചുരുക്കം ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ ബൂത്തിൽ 3 പ്രാവശ്യമാണ് കയറേണ്ടത്. 1 അല്ല 3 പ്രാവശ്യം സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന, UDF അഭ്യർത്ഥന, അതുപോലെ മോക്ക് പോളിംഗുമായിട്ടും നമ്മൾ പോകണം. നമ്മൾ ബൂത്തിലിരിക്കേണ്ടവർ, പുറത്തിരിക്കുന്നവർ എല്ലാം കൃത്യമായി പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ പോകണം. അതല്ലെങ്കിൽ 3 പ്രാവശ്യം കയറാൻ പറ്റും. 4 പ്രാവശ്യം കയറേണ്ടതാണ്. പക്ഷെ സമയക്കുറവുണ്ട്. 3 പ്രാവശ്യം കയറിയാൽ മതി നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. നിങ്ങൾ പലരും വിചാരിക്കും ഇത് എളുപ്പമാണ്. അല്ല, ഇത് ടൈറ്റ് ഫൈറ്റ് ആണ്. പലരും എന്റെ അടുത്ത് വന്നിട്ട് പറയും ഇത് വളരെ എളുപ്പമല്ലേ, ഓരോ ഭൂരിപക്ഷ കണക്ക് പറയാ. ഒന്നുമല്ല, 2 പ്രാവശ്യമേ പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടിക്ക് വലിയൊരു ഭൂരിപക്ഷം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് രണ്ടും അതേ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അല്ലെ പ്രതിപക്ഷമായിരിക്കുമ്പോഴാണ്. ബാക്കിയെല്ലാം നോക്കിയാൽ 15,000, 10,000, 21,000, 9,000, ഏറ്റവും അവസാനം 9,000. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ നമ്മളെ ഈസി ആയിട്ട് എടുക്കരുത്. മീനടവും അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഈസി ആയിട്ട് എടുക്കരുത്. ഇത് ടൈറ്റ് ഫൈറ്റ് ആണ്. ടൈറ്റ് ഫൈറ്റിൽ നമ്മൾ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ശക്തമായി നിൽക്കണം, ഇറങ്ങി നിൽക്കണം, ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം. നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങളുടെ മനസ്സിലാണ് നമ്മുടെ സ്ഥാനം, ഫ്ലെക്സിലോ പോസ്റ്ററിലോ അല്ല. നമ്മുടെ സ്ഥാനം ജനമനസ്സിലാണ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലക്സ് ഒഴിവാക്കി. നമുക്കറിയാം യുദ്ധത്തിന്റെ സാഹചര്യം. നമ്മുടെ പ്രിയപ്പെട്ട അഖില് ഇവിടുന്ന് പോയി. ഞാൻ അഖിലിനോട് പറഞ്ഞു പോവല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പോയി കഴിഞ്ഞപ്പോഴാണ് മിസൈൽ മേളിൽ കൂടെ പോകുന്നത്. എന്നെ വിളിച്ചു, ചേട്ടാ മിസൈൽ മേളിൽ കൂടെ പോകുന്നു പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, തൽക്കാലം അവിടെ ഇരുന്നോളൂ. ഞാൻ പറഞ്ഞല്ലേ SIR-ന്റെ ഇടയ്ക്ക് വെച്ച് പോരുതെന്ന് പറഞ്ഞതല്ലേ. അല്ല പോയി. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും പറ്റുന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് യുദ്ധം നമ്മുടെ സഹോദരങ്ങളെ ബാധിക്കുമ്പോൾ നമ്മുടെ നെഞ്ചാണ് ഇടിക്കുന്നത്. നമ്മുടെ വീടുകളാണ് നീറുന്നത്, നമ്മുടെ ഹൃദയങ്ങളാണ് നീറുന്നത്. കാരണം നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ അങ്ങ് വിദേശത്താണ്. ഈ പോക്ക് നിർത്താൻ സമയമായി. അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനാണ് UDF വരേണ്ടത്. വികസനത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു IT ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു സ്പിരിച്വൽ സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ പുതുപ്പള്ളിയെ ഒരു കൃഷിയുടെ ഏറ്റവും മികച്ച സെന്ററാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് അടുത്ത 5 വർഷക്കാലം. ഇന്നലെ KC വേണുഗോപാൽ ഒരു ഉറപ്പ് തന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം, നമ്മൾ തട്ടിപ്പറിച്ചതെല്ലാം അടുത്ത 5 വർഷം കൊണ്ട് UDF സർക്കാർ തിരിച്ചു നൽകും എന്നുള്ള ഉറപ്പ്, ആ വാഗ്ദാനം അദ്ദേഹം നൽകിയിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. തലപ്പാടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ പാറക്കടവ് പാലം നമുക്ക് തിരിച്ചു പിടിക്കണം. കമ്പനിക്കടവ് പാലം നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ ബസ് സ്റ്റാൻഡ്, മീനടത്തിന്റെ ബസ് സ്റ്റാൻഡ് നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ സർക്കാർ നഷ്ടപ്പെടുത്തിയ ബസ് സ്റ്റാൻഡ് തിരിച്ചു പിടിക്കണം. നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടേതായ സ്വപ്നങ്ങൾ, പുതുപ്പള്ളിയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേരിൽ അപമാനിക്കുവാൻ വേണ്ടി തുടങ്ങിയ പണിതീരാത്ത ആ മിനി സിവിൽ സ്റ്റേഷൻ തിരിച്ചു പിടിക്കണം. നമുക്ക് തിരിച്ചു പിടിക്കണം. പാമ്പാടിയിലെ വില്ലേജ് ഓഫീസല്ല, അവിടെ വരുത്താൻ പോകുന്ന സിവിൽ സ്റ്റേഷൻ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ നിർത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കണം. അവരെ തൊഴിൽ തേടുന്നവരായിട്ടല്ല, അവരെ തൊഴിൽ നേടുന്നവരായിട്ട്, അവരെ തൊഴിൽ കൊടുക്കുന്നവരാക്കി, തൊഴിൽ ദാതാക്കളാക്കി നമുക്ക് അവരെ മാറ്റേണ്ടതുണ്ട്. അതാണ് പുതിയ പുതുപ്പള്ളിയുടെ സ്വപ്നം. അതാണ് പുതിയ കേരളത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നോടൊപ്പം നിങ്ങൾ കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ PS കറിയ,
ഇവിടെ കൂടിയിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ നന്ദി എല്ലാവർക്കും രേഖപ്പെട്ടിരിക്കുന്നത്.